അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹവും ആദരവും നിറഞ്ഞ മുഅ്മിനുകളെ, ഇന്ന് യുഐ ഖുതുബ ചർച്ച ചെയ്യുന്ന വിഷയം അൽ അബു ഇമാദുൽ ഉസ്റ, നമ്മുടെ ഏറ്റവും സ്നേഹനിധിയായ നമ്മുടെ വാപ്പമാരെക്കുറിച്ചാണ് ഖുതുബ ഇന്ന് സംസാരിക്കുന്നത്. ആദ്യമായി മാതാപിതാക്കൾ ആരാധിക്കുവാനും അവരെ ബഹുമാനിക്കുവാനും അവരെ സ്നേഹിക്കുവാനും പഠിപ്പിക്കുന്ന പരിശുദ്ധ മതമാണ് ഇസ്ലാം. ഉമ്മയുടെയും വാപ്പയുടെയും പൊരുത്തമുണ്ടെങ്കിൽ മാത്രമാണ് റബ്ബിൻ്റെ തൃപ്തിയും അള്ളാഹുവിൻ്റെ സ്നേഹവും പരിശുദ്ധമായ സ്വർഗവും നമുക്ക് ലഭിക്കൂ എന്ന് ചെറുപ്പത്തിൽ തന്നെ പഠിച്ചവരാണ്, ഇസ്ലാം പഠിപ്പിക്കുന്നതുമാണ്. പരിശുദ്ധമായ ഖുർആൻ വാപ്പമാരെക്കുറിച്ച്, അവരുടെ കഥകളെക്കുറിച്ച് ധാരാളം പരാമർശിക്കുന്നുണ്ട്. ഒരു സ്ഥലത്ത് വാപ്പമാരെ ശപഥം ചെയ്തുകൊണ്ട്, സ്വന്തം പിതാവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ആയത്തുകളിലൂടെ പരാമർശിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാമിന് തൻ്റെ പ്രിയപ്പെട്ട മകനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനോടുള്ള സ്നേഹവും കരുതലിൻ്റെയും ചരിത്രങ്ങൾ പരിശുദ്ധമായ ഖുർആനിലൂടെ, സൂറത്തുകളിലൂടെ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാമിന് യൂസുഫ് നബി അലൈഹിസ്സലാമിൻ അല്പം മാറി നിന്നപ്പോൾ സങ്കടമുണ്ടായതും ഖുർആൻ പരാമർശിക്കുന്നു. ഇന്നി ലയഹ്സുനുനി അൻ തദ്ഹബൂ ബി, നിങ്ങൾ അവനെ കൊണ്ടുപോകുന്നത് എനിക്ക് വിഷമമുണ്ടാക്കുന്നു എന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ സഹോദരന്മാരോട് വാപ്പയായ, സ്നേഹനിധിയായ വാപ്പയായ യാക്കൂബ് നബി അലൈഹിസ്സലാം പറയുന്നത് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. അല്പം കഴിഞ്ഞപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ നഷ്ടപ്പെട്ടപ്പോൾ ആ സങ്കടം താങ്ങാനാവാതെ സ്വന്തം മകൻ നഷ്ടപ്പെട്ട സങ്കടത്തിലൂടെ കാലം കൊണ്ടുപോകുന്നതും പരിശുദ്ധമായ ഖുർആൻ പരാമർശിക്കുന്നു. വബയല്ലത് ഐനാഹു മിനൽ ഹുസ്നി ഫഹുവ കദീം, ആ ദുഃഖം കാരണം, യൂസുഫ് നബി അലൈഹിസ്സലാം നഷ്ടപ്പെട്ട ദുഃഖം കാരണം ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ കണ്ണുകൾ വെളുത്തു വിളറി. അതീവ ദുഃഖിതനായി, അതീവ സംഘടിതനായി, സങ്കടമുള്ള ആളായി ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാം മാറിയതായി ഖുർആൻ പരാമർശിക്കുന്നു. ഈ ഖുർആനിൻ്റെ ചരിത്രങ്ങളിലൂടെ നാം മനസ്സിലാക്കേണ്ടത്, യാക്കൂബ് നബി അലൈഹിസ്സലാം എന്ന് പറയുന്ന വാപ്പാക്ക് തൻ്റെ മകനോടുള്ള സ്നേഹത്തിൻ്റെ ആഴമാണ് യഥാർത്ഥത്തിൽ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നതും അള്ളാഹു നമ്മെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, വാപ്പയെ സ്നേഹിക്കുക. നമുക്ക് വേണ്ടി ധാരാളം കഷ്ടപ്പെടുന്ന ആളുകളാണ്. അവരുടെ സമയവും അവരുടെ അധ്വാനങ്ങളൊക്കെയും അവരുടെ സങ്കടങ്ങളും വിഷമങ്ങളൊക്കെയും മാറ്റി നിർത്തിക്കൊണ്ട് തൻ്റെ മകൻ നന്നാകണം, തൻ്റെ മകൾ നന്നാകണം, ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് നമ്മുടെ മക്കൾ മാറണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല സമയങ്ങൾ നമുക്ക് വേണ്ടി അധ്വാനിക്കുന്നവരാണ് നമ്മുടെ പ്രിയപ്പെട്ട വാപ്പ. ആ വാപ്പയെ സ്നേഹിക്കണം. ആ വാപ്പയെ ബഹുമാനിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. ഒരു യതീമായ കുട്ടിയോട് സ്വന്തം വാപ്പാനെ കുറിച്ച് ചോദിച്ചാൽ, ആ യതീമായ ഓർഫനായ കുട്ടി വാപ്പയുടെ വില, വാപ്പയുടെ സ്നേഹം ലഭിക്കാത്ത മകൻ, വാപ്പയുടെ തണൽ ലഭിക്കാത്ത മകനിലൂടെ വാപ്പയുടെ സ്നേഹവും വാപ്പയുടെ വിലയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് വേണ്ടി അധ്വാനിക്കുന്ന, കഷ്ടപ്പെടുന്ന വാപ്പയെ ആദരിക്കാത്തവൻ, വാപ്പയോട് അനാദരവ് കാണിക്കുന്ന മക്കൾ എത്ര മോശമാണ്. ഖുർആൻ പറയുന്നു, വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന, തന്നെയല്ലാതെ ആരാധിക്കരുതെന്നും മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നും താങ്കളുടെ രക്ഷിതാവ് വിധിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്. റിളർ റബ്ബി ഫീ റിളൽ വാലിദ് വസഖത്തുർ റബ്ബി ഫീ സഖത്തിൽ വാലിദ്, അള്ളാഹുവിൻ്റെ തൃപ്തി മാതാവിൻ്റെ തൃപ്തിയിലാണ്,
അള്ളാഹുവിൻ്റെ തൃപ്തി ഉപ്പയുടെ തൃപ്തിയിലാണ്, ഉപ്പയുടെ കോപത്തിലാണ് റബ്ബിൻ്റെ കോപം. ഉപ്പയെ നാം വെറുപ്പിച്ചാൽ, ഉപ്പയെ നാം കോപിച്ചാൽ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ കോപമാണ്, അള്ളാഹുവിൻ്റെ ശാപമാണ് നമുക്ക് ലഭിക്കുന്നതെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉപ്പയോട് ധിക്കാരത്തോട് സംസാരിക്കുന്നവർ, ഉപ്പയോട് വളരെ മോശമായി രൂക്ഷമായി നോക്കുന്നവരെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ ഉണർത്തുന്നു. നമുക്ക് പണം വന്നപ്പോൾ, നമുക്ക് പ്രാപ്തി വന്നപ്പോൾ, നമുക്ക് പേരുകൾ വന്നപ്പോൾ നമ്മെ പോറ്റി വളർത്തിയ, നമുക്ക് വേണ്ടി ജീവിതം മുഴുവനും സമർപ്പിച്ച വാപ്പയെ മറക്കുന്ന മക്കളെക്കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ദറ വമാ അമിലത് മിൻ സൂഇൻ തവദ്ദു ലൗ അന്ന ബൈനഹാ വബൈനഹു അമദൻ ബഈദ. ഓർക്കുക, നാം ചെയ്ത ഓരോരു നന്മയുടെയും തിന്മയുടെയും ഫലങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ളൊരു ദിവസം വരാനിരിക്കുന്നുണ്ട്. ആ ദിവസവും നമ്മൾ തമ്മിൽ വരാതിരിക്കാനാണ് ഓരോ മനുഷ്യരും ആഗ്രഹിക്കുന്നത്. വാപ്പയെ ധിക്കരിച്ചവനുള്ള പ്രതിഫലം ആ ദിവസം അവന് ലഭിക്കുക തന്നെ ചെയ്യും. വാപ്പയെ സ്നേഹിച്ചാൽ, ഉപ്പയെ പൊന്നുപോലെ നോക്കിയാൽ, ഉപ്പയോട് സ്നേഹത്തോടെ പുഞ്ചിരിച്ചാൽ, സ്നേഹത്തോട് ഉപ്പായുടെ മുഖം നോക്കിയാൽ, ഉമ്മായുടെ മുഖം സ്നേഹത്തോടെ നോക്കിയാൽ നിങ്ങൾക്കതിൽ പ്രതിഫലമുണ്ട്, നിങ്ങൾക്കതിൽ റിവാർഡുണ്ടെന്ന് പഠിപ്പിക്കുന്ന പരിശുദ്ധ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായ മകളായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ എത്ര മനോഹാര്യമായാണ്, എത്ര സ്നേഹത്തോടെയാണ് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പെരുമാറുന്നത്. തൻ്റെ പ്രിയപ്പെട്ട വാപ്പ വന്നാൽ ഒന്നെഴുന്നേറ്റ് നിന്നുകൊണ്ട് വാപ്പയുടെ കൈ ചുംബിക്കുവാനും, വാപ്പയോട് സന്തോഷത്തോടെ സംസാരിക്കുവാനും, വാപ്പയോട് അസ്തദാനം ചെയ്യാനുള്ള സൗഭാഗ്യം നമുക്ക് വേണം. അതാണ് നാം ശ്രമിക്കേണ്ടത്. മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മകളായ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് വന്നാൽ, അവിടുത്തെ സവിധത്തിലേക്ക് വന്നാൽ, ഇദാ ദഖല അലൈഹാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാമത് ഇലൈഹി ഫഅഖദത് ബിയദിഹി ഫഖബ്ബലത്ഹു അജ്ലസഹു ഫീ മജ്ലിസിഹാ. എഴുന്നേറ്റ് നിന്നുകൊണ്ട് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈ പ്രിയപ്പെട്ട മകളായ ഫാത്തിമ റളിയല്ലാഹു അൻഹ ചുംബിക്കാറുണ്ട്, അവിടുന്ന് സ്നേഹിക്കാറുണ്ട്. തൻ്റെ ഇരിപ്പിടത്തിൽ വാപ്പയായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൈപിടിച്ചുകൊണ്ട് തൻ്റെ ഇരിപ്പിടത്തിലേക്ക് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയപ്പെട്ട മകളായ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഇരുത്തുമാറായിരുന്നു. അതാണൊരു മകൾ വാപ്പയോട് കാണിക്കേണ്ട സ്നേഹം, അതാണൊരു മകൻ വാപ്പയെ ആദരിക്കേണ്ട രൂപം. അതാണ് ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ നമ്മെ കാണിക്കുന്നത്. നമ്മുടെ സമയങ്ങൾ പ്രിയപ്പെട്ട ഉപ്പാക്ക് വേണ്ടി സമർപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ വെൽത്തും നമ്മുടെ സമ്പത്തൊക്കെയും അത് വാപ്പാക്കുള്ളതാണ്, അത് ഉമ്മക്കുള്ളതാണ്. മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം ഒരാളോട് പറയുകയുണ്ടായി, അൻത വമാലുക ലി അബീക്, നീയും നിന്റെ സ്വത്തും നിന്റെ സമ്പത്തും നിന്റെ സമയങ്ങളൊക്കെയും നിന്റെ മാതാവിനുള്ളതാണ്, നിന്റെ പിതാവിനുള്ളതാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മുടെ വാപ്പയോടുള്ള സ്നേഹം പോലെ തന്നെയാണ് വാപ്പായുടെ വാപ്പയോടും ഉമ്മായുടെ ഉമ്മയോടും നമ്മളുടെ ഗ്രാൻഡ് പാരൻസിനോട് നാം ചെയ്യേണ്ടത്. കാരണം വെറുപ്പിൻ്റെ ഒരു സ്വരവും, വെറുപ്പിൻ്റെ ഒരു മുഖച്ഛായവും, വെറുപ്പിൻ്റെ ഒരു സംസാരവും അവരോട് നാം സംസാരിക്കാൻ പാടില്ല. പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്, ചേ എന്നൊരു വാക്കുപോലും, വെറുപ്പോടെ ചേ എന്നൊരു വാക്കുപോലും നിങ്ങൾ പറയരുത്. അവരെ ആദരിക്കണം. സ്നേഹത്തിൻ്റെ സംസാരം, അവരുടെ മനസ്സിന് സന്തോഷം നൽകുന്ന, നന്മ നൽകുന്ന സംസാരമാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. അതാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ വാപ്പയെ ആദരിച്ചുകൊണ്ട് അവിടെ നിന്ന് വിളിക്കാറുണ്ടായിരുന്നത്. യാ അബതി എന്ന് സ്നേഹത്തോടെ വാപ്പയെ വിളിക്കാറുണ്ടായിരുന്നു. കാലങ്ങൾ കഴിഞ്ഞു ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പ്രിയപ്പെട്ട മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം തൻ്റെ പ്രിയപ്പെട്ട വാപ്പയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പെരുമാറുന്ന രൂപം പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. യാ അബതി ഫഅൽ മാ തുഅ്മർ എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മെ ഉണർത്തുന്നു. പ്രിയപ്പെട്ട ഉപ്പ, കൽപ്പിക്കപ്പെട്ടത് നിങ്ങൾ ചെയ്യുക. അതാണ് റബ്ബ് സുബ്ഹാനഹു തആല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഉപ്പയെ ആദരിച്ചുകൊണ്ട്, ഉമ്മയെ ആദരിച്ചുകൊണ്ട്, ഉപ്പയെ സ്നേഹിച്ചുകൊണ്ട്, ഉമ്മയെ സ്നേഹിച്ചുകൊണ്ട് സ്വർഗം പുൽകുന്നവരിൽ നാഥനായ റബ്ബ് നമ്മെ ഉൾപ്പെടുത്തട്ടെ. മാതാപിതാക്കളുടെ പൊരുത്തമുള്ള നല്ല മക്കളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരോടൊപ്പം ഒരുമിച്ച് കൂടാനുള്ള മഹാസൗഭാഗ്യം
അല്ലാഹു തആല നമുക്ക് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.